ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് ഞാനൊരു പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സാധാരണ പുട്ടല്ല. നമ്മൾ സാധാരണയൊക്കെ പുട്ടുണ്ടാക്കാറുണ്ടല്ലോ, പലതരത്തിലും പുട്ടുണ്ടാക്കാറുണ്ടല്ലോ. അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്വീറ്റ് പുട്ടാണ്. സ്വീറ്റ്, സോഫ്റ്റ്, ടേസ്റ്റി, ഹെൽത്തി എല്ലാം അടങ്ങിയൊരു പുട്ട് തന്നെയാണ്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനോ ഒക്കെ പറ്റിയ നല്ലൊരു ടേസ്റ്റി പുട്ടാണ്. ഈ പുട്ടിന് ഇപ്പോൾ പ്രത്യേകിച്ചൊരു കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. ഈ പുട്ട് തന്നെയായാലും കഴിക്കാം. അതിനൊരു പ്രത്യേകിച്ച് കറിയൊന്നും നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ രണ്ടാൾക്കുള്ള പുട്ടിനുള്ള കണക്കിനുള്ള ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളനുസരിച്ച് നിങ്ങളുടെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്ര പുട്ടുണ്ടാക്കണോ അതനുസരിച്ചുള്ള സാധനങ്ങൾ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 ആൾക്കുള്ള പുട്ടിനുള്ള കണക്കിന് വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ടേസ്റ്റിയായ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയായി പുട്ടുണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരാളിവിടെ ഇരുന്ന് പുട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പുട്ട്? എങ്ങനെയുണ്ട്? ആ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. നന്നായിട്ടുണ്ടെന്നാണ് പറയണത്. അയാൾ നന്നായി എന്ന് പറഞ്ഞാൽ പിന്നെ നല്ലത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ വറുത്ത അരിപ്പൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങിയ അരിപ്പൊടിയാണ്. പൊൻകതിറിൻ്റെ അരിപ്പൊടിയാണ് എടുത്തത്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി. പാലും വെള്ളം കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം ഒരു അരമണിക്കൂർ അടച്ചു വെച്ചു കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലപോലെ പൊടി നല്ല സോഫ്റ്റായിട്ട് വന്നു കേട്ടോ. നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തു. അപ്പോൾ അതിലേക്ക് 1 പിടി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുത്തു. 1 കൈപ്പിടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതും ചേർത്ത് കൊടുത്തു. 1 പിടി വെളുത്ത അവല്, 1 വെളുത്ത അവലും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. 2 ടേബിൾ സ്പൂണ് പഞ്ചസാര. ഇതൊക്കെ നിങ്ങളുടെ കണക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് എത്ര മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് നെയ്യും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. നെയ്യും കൂടി ചേർക്കുമ്പോൾ പുട്ടിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. അങ്ങനെ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ വിരകി കൊടുത്താൽ മതി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കുടഞ്ഞ് കൈ കൊണ്ടൊന്ന് വിരകിയാൽ മതി. അങ്ങനെ ഒരുപാട് പ്രസ് ചെയ്ത് അങ്ങനെ സ്ട്രോങ് ആയിട്ട് കുഴയ്ക്കുന്നതായിരുന്നു. സാധാരണ പുട്ടിനെ നനയ്ക്കണ മാതിരി നനച്ചെടുക്കാൻ പതിവ്. നനച്ചെടുക്കാനേ പാടുള്ളൂ. കൈ കൊണ്ടൊന്നിങ്ങനെ വിരകി എടുക്കുക. ഞാനിങ്ങനെ പുട്ടിനിങ്ങനെ നനച്ചെടുത്തു കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഒലർന്ന് കിടക്കണം. അതാണ് പുട്ടിനെ കണക്ക്. നല്ലപോലെ ഇങ്ങനെ നനച്ചെടുത്തു. അതിനുശേഷം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ മാതിരി ഒരു പുട്ടുങ്കണ എടുത്തു. അതിൻ്റെ ചില്ല് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ആദ്യം 1 ടീസ്പൂണ് തേങ്ങ ചേർത്ത് കൊടുത്തു കേട്ടോ. സാധാരണ പുട്ടുണ്ടാക്കണ മാതിരി തന്നെ ആദ്യം തേങ്ങ ചേർത്തു. 1 ടീസ്പൂണ് തേങ്ങ ചേർത്ത് കൊടുത്തു.
അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ, പൊടിയും ക്യാരറ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത ആ മിക്സ് പകുതി ഭാഗം ചേർത്ത് കൊടുത്തു. പുട്ടുകണ്ണയുടെ പകുതി ഭാഗം ഈ മിക്സ് ചേർത്ത് കൊടുത്തു. പകുതി ആയപ്പോൾ അതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുത്തു. സാധാരണ പുട്ടുണ്ടാക്കുന്ന മാതിരിയൊക്കെ തന്നെ തേങ്ങ ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മീതെ വീണ്ടും പുട്ടിൻ്റെ മിക്സ് ചേർത്തു. ബാക്കി പകുതി ഭാഗം പുട്ടിൻ്റെ മിക്സ് ചേർത്ത് നിറച്ചു. മിക്സ് നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് തേങ്ങയും കൂടിയും വെച്ച് കൊടുത്തു കേട്ടോ. അതിൻ്റെ മുകളിൽ തേങ്ങയും കൂടി വെച്ച് കൊടുത്ത് അടച്ച് വെച്ചു. പുട്ടും കുടം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ചപ്പോൾ പുട്ടും കണ വെച്ച് കൊടുത്തു. പുട്ടിന് നല്ല ആവി വന്നു കേട്ടോ, നല്ലപോലെ ആവി വന്നു. നല്ലപോലെ ആവി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. പുട്ട് കുത്തുകയാണ് കേട്ടോ. പുട്ട് വരുന്നു. നല്ല ഹെൽത്തി ടേസ്റ്റിയായ നല്ല പുട്ട് റെഡിയായി. അടുത്ത കണയും കൂടി ഞാൻ വെച്ചു കേട്ടോ. അതും നല്ലപോലെ ആവി വരുന്നുണ്ട്. ഈ പുട്ട് കുറേ സമയം അങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ അധികം ഹാർഡാവുന്നില്ല. നല്ല സോഫ്റ്റായിട്ട് ഒരു 5-8 മണിക്കൂർ വരെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഈ പുട്ട്. രണ്ടാമത്തെ കണി ഞാനിങ്ങനെ കുത്തിയെടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല ഒരു ടേസ്റ്റി, നല്ല സോഫ്റ്റ്, നല്ല സ്വീറ്റ് പുട്ട് തന്നെയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.